നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ച രാഹുൽ ഈശ്വറെ കഴിഞ്ഞ ഒരാഴ്ചയായി അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് ആക്കിയിരിക്കുകയാണ്. ഇതിൽ 3 വട്ടമാണ് രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷയുമായി കോടതി എത്തിയത്. പക്ഷേ കോടതിയിൽ എത്തിയപ്പോൾ ഒരിക്കൽ പോലും ജാമ്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. ഇപ്പോഴിതാ കസ്റ്റഡിയിലേക്ക് വാങ്ങാനായി എത്തിയിരിക്കുകയാണ്. ആരോഗ്യ പരിശോധനയ്ക്കായി രാഹുൽ ഈശ്വറിനെ അല്പസമയം മുൻപ് തിരുവനന്തപുരം പോർട്ട് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നു. അതിൽ ആദ്യം പറഞ്ഞത് ദിലീപിന് ജാമ്യം ലഭിച്ചതിൽ ദിലീപിന്റെ കേസിൽ നടി ആക്രമിച്ച കേസിൽ ദിലീപ് ശിക്ഷ അനുഭവിക്കാത്തതിൽ ദിലീപ് വെറുതെ വന്നതിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയതിൽ അതീവ സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത്. ഇനിയെങ്കിലും മാധ്യമങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നും രാഹുൽ ഈശ്വർ പറയുകയാണ്. ഇനി രാഹുൽ ഈശ്വറിന്റെ ആരോഗ്യനിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുതരമായി തുടരുന്നു. തനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ, തന്റെ കിഡ്നിക്ക് അത് ബാധിച്ചിരിക്കുന്നു എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ബൈറ്റ് നമുക്കൊന്ന് കേൾക്കാം. കിഡ്നിയിലേക്ക് പ്രശ്നമാവുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു. ശ്രീ ദിലീപിന് നീതി കിട്ടിയ സന്തോഷം. അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല, പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. 11 ദിവസമായി ആലോചിച്ച് നോക്കൂ. 11 ദിവസമായി സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ്. 11 ദിവസമായി. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വെള്ളം കുടിക്കാതെ ആദ്യ ദിവസങ്ങളിൽ 2-3 ദിവസം അദ്ദേഹം വെള്ളം പോലും കുടിച്ചിരുന്നില്ല. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർണ്ണമായി ക്ഷയിച്ചപ്പോഴാണ് വെള്ളം കുടിക്കാൻ തുടങ്ങിയത്. തുടർന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ട്രിപ്പ് ഇടുകയും ചെയ്ത സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ദീപ രാഹുൽ ഈശ്വർ ജയിലിന് പുറത്തു തന്നെ ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന സാഹചര്യത്തിൽ ദീപ രാഹുൽ ഈശ്വർ കാണാനായി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വറിന്റെ ഈ പ്രതികരണം വരുന്നത്. ഇന്ന് രണ്ടാമത്തെ കേസിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ പരാതിക്കാരി നൽകിയ കേസിൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നറിയാം. എന്തായാലും വാദം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വാദം തുടങ്ങിയിരിക്കുകയാണ്. ഈ വാദത്തിൽ എന്തായിരിക്കും നടപടി നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോവുക എന്ന് കണ്ടറിയണം. എന്തായാലും ഇന്നത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് വലിയൊരു നാണക്കേടായി ഒരു വിഷയം മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ആദ്യത്തെ കേസിൽ പോലും പെൺകുട്ടി ഒരു പരാതി നൽകിയിരുന്നു. അതിൽ കോടതി ഇടപെടുകയും ചെയ്തിരുന്നു. ജാമ്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ 15-ാം തീയതി വരെ ഇനി കേസിൽ ഒരു അറസ്റ്റ് ഉണ്ടാകരുത് എന്ന് കോടതി തന്നെ ആവശ്യപ്പെടുന്നു. ഈ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ എന്നാൽ അറസ്റ്റ് ആകാമെന്ന് കോടതി പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിലാണ് വീണ്ടും ഈ സെഷൻസ് കോടതി ഇപ്പോൾ ജാമ്യ ഹർജി സ്വീകരിക്കുന്നത്. വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. അടച്ചിട്ട മുറിയിലാണ് വാദപ്രതിവാദം നടന്നത്. വിശദമായ വാദപ്രതിവാദമാണ് നടന്നത്. എന്തായാലും ആ കേസിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. ഒരുപക്ഷെ ഉച്ചതിരിഞ്ഞായിരിക്കാം ആ പ്രതികരണം വരിക എന്നാണ് മനസ്സിലാകുന്നത്. രാവിലെ ആദ്യത്തെ കേസ് അത് പരിഗണിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ 2 വട്ടവും ആദ്യത്തെ കേസായിട്ടാണ് അത് പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ആദ്യത്തെ കേസായി പരിഗണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ആ തീരുമാനം എന്തായിരിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ആദ്യത്തെ പരാതിക്കാരിയായിട്ടുള്ള അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട്. അത് പുറത്തേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നൊരു ഭയം മുന്നോട്ട് വെക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും രാഹുൽ ഈശ്വറിനെ നിലവിൽ സ്റ്റേഷൻ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടി വിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്ന കേസാണ് വലിച്ചു നീട്ടുന്നത് എന്നാണ് പറയുന്നത്. സമാനമായ കേസിൽ സന്ദീപ് ജി വാര്യർക്ക് 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ല എന്നും കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ കേസ് ഉണ്ടാക്കി അല്ലെങ്കിൽ അതേ കേസിൽപ്പെട്ട രാഹുൽ ഈശ്വറിനെ മാത്രം എന്തിനെ ഈ ക്രൂശിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം.